PS-ന്റെ വിയോഗത്തിലൂടെ ഒരു യുഗം കൂടിയാണ് ഇവിടെ അന്ത്യമാകുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച 32 പേരിലെ അവസാനത്തെ ആളെ കൂടി ഇവിടെ നഷ്ടമാവുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പൊതുപ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. പ്രായാധിക്യം മൂലമുള്ള അവശതകളാൽ മാറി നിൽക്കുന്ന PS-ന്റെ അഭാവം പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ജനപ്രിയ വിഷയങ്ങളെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം പലപ്പോഴും ഈ ഒരു അഭാവം എല്ലാ ജനങ്ങൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ AKG സെന്ററിന്റെ മുന്നിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതും. 3 മണിക്കൂറിലധികമായി ഇവിടെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും നിലക്കാതെ ആളുകൾ അവസാനമായി പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 3:20 അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 29 ദിവസമായി അദ്ദേഹം തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജൂൺ 23-നാണ് അദ്ദേഹത്തെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തൊട്ട് ഇതുവരെ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ 3:20 അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് SUT ആശുപത്രിയിൽ നിന്ന് പഴയ AKG സെന്ററിലേക്ക്, ഇവിടുത്തെ AKG ഗവേഷണ പഠന കേന്ദ്രത്തിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം കൊണ്ടുവന്നത്. വഴിനീളെ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ AKG സെന്ററിലും ജനസാഗരം തന്നെയാണ്. ആയിരങ്ങളാണ് PS-നെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. 9 മണിയോടുകൂടി AKG സെന്ററിലെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരത്തെ പേരിക്കകത്ത് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ ഇരുന്നതായിരുന്നു. പക്ഷേ PS-നെ കാണാനെത്തിയ അവസാന ആളെയും കാണിച്ചതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് പാർട്ടി പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, ഒരു യുഗം തന്നെയാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ DS അച്യുതാനന്ദൻ എന്നുള്ള നേതാവ് ഇനിയില്ല. 102-ാം വയസ്സിൽ അദ്ദേഹം യാത്രയാവുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗം അത് എത്രത്തോളം നികത്തപ്പെടാനാകാത്തതാണ്? ഒരു യുഗം തന്നെ അവസാനിക്കുന്നു. ഒരു യുഗാന്ത്യം എന്ന് വേണമെങ്കിൽ പറയാം. DS അച്യുതാനന്ദൻ ഓർമ്മയായി മാറിയിട്ടുണ്ട്. 102 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ജീവിതം, സകലമാന തിന്മകൾക്കുമെതിരായ പോരാട്ടം, DS അച്യുതാനന്ദന്റെ ജീവിതം, അത് ജനിച്ചപ്പം മുതൽ അങ്ങനെ ഒരു പോരാട്ട സ്വഭാവം DS-ന്റെ ജീവിതത്തിലുണ്ട്. 7-ാം വയസ്സിൽ അമ്മ മരിച്ചത് മുതൽ DS ജീവിതത്തോട് പോരാടുകയായിരുന്നു. പിന്നീട് ജനങ്ങൾക്ക് വേണ്ടി പോരാടി. അത് DS-ന്റെ ജീവിതത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയമായാലും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമായാലും DS-ന്റെ ഒരു പോരാട്ട ചരിത്രം തന്നെയാണ്. പാർട്ടിക്കുള്ളിലെ പോരാട്ടം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, പ്രകൃതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. DS അച്യുതാനന്ദൻ എന്ന നേതാവിനെ നമ്മൾ ഇപ്പോൾ കാണുന്ന ജനകീയനായ PS-ആക്കി മാറ്റിയത് DS-ന്റെ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് ഒരുപക്ഷെ PS വലിയ ജനകീയതയിലേക്ക് എത്തിച്ചേരുന്നത് 2001-2005 കാലഘട്ടങ്ങളിൽ DS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ആ പ്രായത്തിൽ മതികെട്ടാൻ മല കയറിയ ആ സമയം മുതലാണ് DS അച്യുതാനന്ദന്റെ ജനകീയത കേരളത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതിനു മുമ്പ് പാർട്ടിക്കുള്ളിൽ വലിയ ഫൈറ്റ് നടത്തിയിരുന്നു. DS അച്യുതാനന്ദൻ
നേരത്തെ മുഖ്യമന്ത്രിയാകേണ്ടതാണ്. 2006 അദ്ദേഹം മുഖ്യമന്ത്രി ആയത്. പക്ഷെ അത് അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു. 96 മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദനെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് തന്നെ വി എസിനെ മുഖ്യമന്ത്രിയാക്കാം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷെ പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ കാരണം, ഭാഗീയതയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണം വി എസ് അച്യുതാനന്ദൻ അന്ന് പരാജയപ്പെട്ടു. 2001 വി എസ് അച്യുതാനന്ദൻ അധികാരത്തിൽ വരും എന്ന് കരുതിയെങ്കിലും അവിടെ പാർട്ടി പ്രതിപക്ഷത്ത് ആവുകയായിരുന്നു. വി എസ് പ്രതിപക്ഷ നേതാവുന്നു. പിന്നീടാണ് വി എസിന്റെ ഒരു സമര പോരാട്ടത്തിന്റെ ഒരു വലിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. മതികെട്ടാൻ മല കയറി സാധാരണഗതിയിൽ ചെറുപ്പക്കാർ പോലും കയറാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആ മല കയറി വി എസ് അച്യുതാനന്ദൻ കയ്യേറ്റങ്ങൾക്കും മറ്റുമെതിരായ പോരാട്ടം വി എസ് അച്യുതാനന്ദൻ നടത്തി. ആ ജനകീയത മുന്നിൽ നിർത്തി പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ വി എസ് അച്യുതാനന്ദൻ ആ ഘട്ടത്തിൽ പാർട്ടി സീറ്റ് നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും കേരളത്തിലുടനീളം വലിയ പ്രക്ഷോഭം വി എസ് അച്യുതാനന്ദന് വേണ്ടി നടക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ, CPM-ന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു നേതാവിന് വേണ്ടി അണികൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന വി എസ് അച്യുതാനന്ദനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അണികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന അണികളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ജനകീയതയ്ക്ക് മുന്നിൽ പാർട്ടിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെ പ്രകാശ് കാരാട്ട്, അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് AKG സെന്റർ വാർത്താ സമ്മേളനം നടത്തി പറയുന്നൊരു വാചകമുണ്ട്. വി എസ് അച്യുതാനന്ദൻ വിൽ കണ്ടക്ട് ഇൻ ദ ഇലക്ഷൻ എന്ന് പറയുന്നൊരു വാചകമുണ്ട്. അപ്പോ പാർട്ടി ആ തീരുമാനമെടുത്ത് വി എസ് അച്യുതാനന്ദൻ ആ യോഗത്തിൽ നിന്ന് AKG സെന്റർ താഴെ നിന്ന് പുറത്തേക്ക് വരുമ്പോ വി എസ് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ വി എസ് പറയുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച് ആ തെരഞ്ഞെടുപ്പിൽ വി എസിനെ മുന്നിൽ നിർത്തി ഇടതുമുന്നണി അധികാരത്തിലേക്ക് വന്നു. അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിന്റെ മുഖ്യമന്ത്രി പ്രതിച്ഛായയിലുള്ള വി എസിന്റെ പല ജനകീയ പോരാട്ടങ്ങളും കണ്ടിട്ടുണ്ട്. ആ വി എസിന്റെ ജനകീയത ഓരോ ഘട്ടങ്ങളിലും ഉയർന്നു വരികയായിരുന്നു. ആ ജനകീയതയാണ് നമ്മളിപ്പോ ഈ ഘട്ടത്തിലും കാണുന്നത്. 2011 വിജയത്തിന്റെ തൊട്ടരികിലെത്തി ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെട്ടു പോയി. 68 സീറ്റ് നേടിയെടുത്ത് അധികാരത്തിലേക്ക് വരും എന്ന് കരുതിയിരുന്ന സമയം പ്രധാനപ്പെട്ട ചില സീറ്റുകൾ, അന്ന് തൃത്താല ജയിക്കേണ്ട സീറ്റായിരുന്നു. തൃത്താല അന്ന് സുബൈദ ഇസ്ഹാഖ് ആണെന്ന് തോന്നുന്നു അന്ന് മത്സരിച്ച, അത് പാർട്ടിയുടെ കോട്ടയായ സ്ഥലമാണ്. അങ്ങനെ 1-2 പ്രധാനപ്പെട്ട സീറ്റുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ അന്ന് പാർട്ടി ചരിത്രം തിരുത്തി ആദ്യത്തെ തുടർഭരണം അന്ന് തന്നെ വിജയം നേടിയത്. പക്ഷെ അന്ന് വി എസ് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. ഓരോ സ്ഥാനാർത്ഥികളും വി എസിന്റെ ഫ്ലക്സ് വെച്ച്, വി എസിന്റെ ഫോട്ടോ വെച്ച്, വി എസിന്റെ പ്രചരണത്തിന് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിന് നേരിട്ട ഇപ്പോഴും നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി കഴിയും. അത് വി എസിന്റെ ജനകീയതയെ വോട്ടാക്കി മാറ്റുകയായിരുന്നു ഇടതുമുന്നണി അന്ന് ചെയ്തത്. പക്ഷേ 1-2 സീറ്റിന്റെ വ്യത്യാസത്തിൽ അന്ന് ഭരണം നഷ്ടപ്പെട്ടു. പക്ഷേ വി എസിന്റെ പോരാട്ടം അവിടെയും നിറഞ്ഞില്ല. വി എസ് നിയമസഭയിൽ വലിയ പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന് വലിയ പോരാട്ടമാണ് വി എസ് നടത്തിയത്. ആ സമയത്താണ് സോളാർ ബാർക്കോഴ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചു കുലുക്കിയ 2 പ്രധാനപ്പെട്ട വിവാദങ്ങൾ. ഇതിന്റെ മുൻനിരയിൽ നിന്നാണ് വി എസ് ഫൈറ്റ് ചെയ്തത്, വി എസ് പോരടിച്ചത്. വാക്കുകൾ കൊണ്ട് എതിരാളികളെ നിഷ്പ്രഭമാക്കി കളഞ്ഞിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ. വി എസിന്റെ വാക്കുകൾ കേട്ട് മുറിയാത്ത നേതാക്കന്മാർ ഭരണപക്ഷത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. വി എസിന്റെ പല പ്രസംഗങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി കഴിയും. പക്ഷേ വി എസിന്റെ നിയമസഭയിൽ ഒരു പ്രസംഗം നമുക്ക് പ്രത്യേകം എടുത്തു പറയണം എന്ന് തോന്നുന്നു. വി എസ് കെ മാണിയെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നരകത്തിലേക്ക് പോകും മാണി എന്ന് പറഞ്ഞുകൊണ്ട് വി എസിന്റെ ഒരു സാധാരണ സ്വഭാവത്തിൽ ഒരു രീതി ഉണ്ടല്ലോ, ഒരു തുടർച്ചയായി രണ്ടു വട്ടം പറയുന്ന രീതിയിൽ വി എസ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം മാണി വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മാണി പിന്നീട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. വി എസ് അങ്ങനെ കുറിച്ചുകൊള്ളുന്ന വാചകങ്ങൾ പറഞ്ഞിട്ടുള്ള ഭരണപക്ഷത്തെ നേരിട്ടുള്ള നേതാവാണ്. 2016 കേരളത്തിലുടനീളം ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചരണത്തിന്റെ മുൻനിരയിൽ വി എസ് അച്യുതാനന്ദൻ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ ഇവർ 3 പേരുമായിരുന്നു പ്രചരണം നയിച്ചത്. വി എസ് ആ പ്രായത്തിലും അങ്ങനെ ഒരു ആവേശമായിരുന്നു. ആ ആവേശമാണ് നമുക്ക്, ആ അണികളുടെ ആവേശം നമുക്കിപ്പോ AKG സെന്ററിൽ കാണാൻ കഴിയുന്നുണ്ട്. അവർ ആ കണ്ണേ കരളെ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല, അവർ നെഞ്ചുപൊട്ടി തന്നെയാണ് വിളിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, ആ ഒരു ആവേശം തന്നെയാണ് സീഫ് സൂചിപ്പിച്ചതുപോലെ AKG സെന്ററിന് മുന്നിൽ ഇപ്പോൾ രാത്രി ഇത്ര വൈകിയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്.